ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അഞ്ജന. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്താണെന്ന് കാണിക്കട്ടെ. ഇതാണ് നമ്മുടെ ബോക്സ്. ഇനി അകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്യാം. ഇത് കുറച്ച് മുന്നേ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന നമ്മുടെ ഇയറിങ്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ബോക്സ് ആട്ടോ. അപ്പോൾ അതാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് 150 റുപ്പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സാധനമാണ്. നമുക്ക് നോക്കാം. ഹലോ, അപ്പോൾ ഞാനെൻ്റെ ഇയറിങ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു കേട്ടോ. ആദ്യം തന്നെ ഞാനെൻ്റെ ഇതിൻ്റെ ഫോട്ടോഷൂട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഈ ഇയറിങ്സ് വലുത് എനിക്കിഷ്ടം കേട്ടോ. ഇത് കൊള്ളുന്നറിയില്ല, നമുക്ക് ഞാൻ വെച്ചു. പക്ഷേ ഇത് പറ്റത്തില്ല കേട്ടോ, കിടത്തി വയ്ക്കാനൊന്നും പറ്റുന്നില്ല. ഇതാണ് എൻ്റെ ഇയറിങ്സ് കളക്ഷൻസ്. അപ്പോൾ ഒരു വീഡിയോ നമുക്ക് എടുക്കാം. ഇയറിങ്സ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ കിടത്തി വയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ, വലുതായതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് മനസ്സിലായി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇത് പുതിയതാട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ നേരെ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. അത് പുതിയതാണ്. ഇതിൻ്റെ ഒരേപോലെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. രണ്ടെണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. യൂസ് ചെയ്യാത്തത് അതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് ഓർഡർ ചെയ്ത് തന്നാണ് കേട്ടോ. പക്ഷേ ബൈ വൺ കിറ്റ് വരുന്നതായിരുന്നോ എന്നറിയില്ല. രണ്ടെണ്ണം ഒരുപോലെ കിട്ടിയിട്ടുണ്ട്. എല്ലാം വലിയ വലിയ കമ്മലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബോക്സ് അകത്തെല്ലാം ഫില്ലായ പോലെ എനിക്ക് തോന്നിയിട്ടോ. പിന്നെ ഇത് അമ്മ കണ്ണൂർ കഴിഞ്ഞ വർഷം കൊട്ടിയൂർ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. നല്ല രസമല്ലേ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് ഒരു 5 സെറ്റ് കമ്മൽ എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്താൽ കേട്ടോ. അത് വേറെ കാണിച്ചത്. അതിൽ ഒന്നാണിത്. ഇതാണ്. ഇത് റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ചത്. നമ്മൾ പാലക്കാട് ഫ്ലവർ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചാൽ കേട്ടോ. ഇതെനിക്കിഷ്ടം. എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നെന്ന് പറഞ്ഞില്ല. അതിൽ രണ്ടാമത്തതാണ് കേട്ടോ ഇത് നമ്മൾ ലുലു മോളിൽ നിന്ന് വാങ്ങിച്ചാണ്. ഏട്ടൻ്റെ മാരേജിന് വേണ്ടി ഒരു ഡ്രസ്സിന് വേണ്ടി മേടിച്ചാട്ടോ. പക്ഷെ ഞാൻ മാരേജിന് പറ്റിയിട്ടില്ലായിരുന്നു. അതുപോലെ ഇതും ലുലു മോളിൽ നിന്ന് മേടിച്ചാണ്. പക്ഷേ ഇത് ഞാൻ മാരേജിന് ഇട്ടിട്ടുണ്ടായിരുന്നു, റിസപ്ഷന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ മാരേജിന് ധാവണിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച ഒരു സെറ്റായിരുന്നു കേട്ടോ. ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇനിയും ഇയറിങ്സ് ഉണ്ട്, പക്ഷെ ഇതിലൊന്നും കാണില്ല. അയ്യോ, എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു ചെറിയൊരു നെക്ക് പീസാണ് കേട്ടോ. നല്ല കുഴപ്പമില്ല. 150 ആ റേഞ്ചാണ് വരുന്നതെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വാങ്ങിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു സത്യം പറഞ്ഞു. പക്ഷെ അധികം യൂസ് ആക്കിയിട്ടില്ലാന്ന് മാത്രം. ഞാൻ എൻ്റെ റീൽസ് എടുക്കാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും പുതുപോലെ ഉണ്ട്. ഇത് ഇതിനകത്ത്. അതുപോലെ ഈ ക്യൂട്ടായിട്ടുള്ള ബ്രേസ്ലെറ്റ്. ഇത് 3 സെറ്റായിരുന്നു, 3-4 സെറ്റായിരുന്നു. ഇപ്പം എൻ്റെ ലാഗ് ഒന്നേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി 3 2 എൻ്റെ അനിയത്തിക്ക് കൊടുത്തു, ചേച്ചിക്ക് കൊടുത്തു, അങ്ങനെ ആർക്കൊക്കെ കൊടുത്തു. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത്ര സെറ്റ് കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇനി ബാലൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് എടുത്ത് വെക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും എൻ്റെ ഇയറിങ്സ് സെറ്റാണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ഇയറിംഗ് സെറ്റുകളെല്ലാം ഞാൻ ഇതിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് സ്പേസ് കാര്യങ്ങളുണ്ട്.